ഇന്നലെ വീട്ടിൽ ന്യൂ ഇയർ ആഘോഷിച്ചപ്പോൾ വന്ന ചർച്ചയിൽ ഒരു കാര്യമായിരുന്നു ക്രിസ്മസ് കരോൾസ്. അപ്പോൾ എൻ്റെ നീസിൻ്റെ ഇടവിൽ അവർ നടത്തിയ ക്രിസ്മസ് കരോളിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു. അപ്പോൾ എൻ്റെ നീസിൻ്റെ ഹസ്ബൻഡ് ക്ലീൻ ഷേവ് ചെയ്തൊരു സാരി കൊടുത്ത് ഒരു പിച്ചക്കാരുടെ വേഷത്തിൽ ഏറ്റവും ഇളയ കുഞ്ഞിനെ ഒക്കത്തൊക്കെ ഇരുത്തി ഇങ്ങനെ പിച്ചതുണ്ടെന്നൊരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. വേറെയും കുറച്ച് പേര് പല വേഷമൊക്കെ കിട്ടി ഇങ്ങനെ നടത്തുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ പരിപാടി? അപ്പോൾ ഒരു കരോള് നടത്തിയാണ് ഇടവേലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കരോൾ എന്താണെന്ന് അറിയാമോ? കരോളിൻ്റെ അർത്ഥത്തെക്കുറിച്ച് അവർക്ക് അറിയില്ല. എല്ലാവരും കാണിക്കുന്നു, അതനുസരിച്ച് അവരും തുള്ളിയെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്മസിൻ്റെ സന്തോഷം സ്പ്രെഡ് ചെയ്യേണ്ട ഒന്നാണ് ക്രിസ്മസ് കരോൾസ്. അതെത്ര എലഗൻ്റാണ്, എത്ര നല്ല പാട്ടുകളൊക്കെ പാടി ആൾക്കാർക്ക് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മെസ്സേജ് കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്നൊരു കാര്യമല്ലേ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാട്ടിലൊക്കെ നടന്നത് എന്താ? ലിറ്ററലി വേഷം കെട്ടും അഴിഞ്ഞാട്ടുമല്ല നടന്നേ. ചില സ്ഥലങ്ങളിലെങ്കിലും കരോത്സംഗങ്ങൾ കുറവാസംഗങ്ങളായിട്ട് മാറിയെന്ന് പറഞ്ഞു കേട്ടു. അവരിങ്ങനെ പിടിച്ചു പറിക്കുകയാണ്, ലിറ്ററലി പൈസ പിടിച്ചു പറിച്ചുകൊണ്ട് പോവാണ്. എന്തൊരു മോശമാണ്. നമ്മൾ വിശുദ്ധമായി നടത്തേണ്ട ഒരു കാര്യം എത്ര മോശമായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ തന്നെയാണ് നമ്മളെക്കുറിച്ചൊരു ബോധ്യമില്ലാതെ, നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് അറിയാതെ നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ബിനാലിലേക്ക് മാർച്ച് നടത്തുന്നതിന് മുമ്പേ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒരു മാർച്ച് നടത്തണം. കാരണം പലതും നമ്മൾ തന്നെയാണ് അവഹേളിക്കുന്നത്. ഇന്ന് ഗോസ്പലിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ കാണുന്നത്, യോഹന്നാനോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ആരാണ്, ഞാൻ ആരല്ല എന്ന് കൃത്യമായിട്ട് യോഹന്നാന് ഉത്തരവുണ്ട്. നമ്മളെക്കുറിച്ച് നമുക്കൊരു ഉത്തരവുണ്ടോ? നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ബോധ്യമുണ്ടോ?